നമസ്കാരം. SDP പ്രവർത്തകരുടെ പ്രധാന ലക്ഷ്യം മനുഷ്യക്കടത്തും ലവ് ജിഹാദും, രാജ്യത്ത് കലാപം സൃഷ്ടിക്കുക, രാജ്യത്ത് കള്ളപ്പണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുക, സ്വർണ്ണക്കടത്ത് നടത്തുക, രാജ്യത്തെ ഒരു തീവ്രവാദ ഹബ്ബൊക്കെ ആക്കി മാറ്റുക. അതൊക്കെയാണ് SDP പ്രവർത്തകരുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ MA ഫൈസി അടക്കം ചോദ്യം ചെയ്യലിൽ നിന്നാണ് NIAയ്ക്കും EDയ്ക്കും നിർണായകമായ ഒരു വിവരം, IBക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസിക്ക് നിർണായകമായ ഒരു വിവരം ലഭിച്ചത്. അതായത് MA ഫൈസിയെ കേന്ദ്ര ഏജൻസികൾ നല്ലപോലെ എടുത്തിട്ട് വറുത്ത് കോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൈസിയുടെ വായിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചുരുളുകൾ അഴിയുന്നുണ്ട്. നിലവിൽ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗവും അതോടൊപ്പം തന്നെ NIAയും അടക്കം നടത്തിയ അന്വേഷണത്തിൽ സമുദ്രമാർഗം വഴി ആയിരക്കണക്കിന് ശ്രീലങ്കൻ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇമ്രാൻ ഹാജിയാർ, മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ചേർന്നാണ് മനുഷ്യക്കടത്ത് ശൃംഖല നടത്തുന്നത് എന്ന സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകളെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവരെ കള്ളക്കടത്ത് ഹോം ഗാർഡ് ഏരിയ എന്നറിയപ്പെടുന്ന ഒരു വെയർ ഹൗസിലേക്ക് മാറ്റും. തുടർന്ന് അവരെ 20 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ച് ചെറിയ ബോട്ടുകളിലും ട്രക്കുകളിലും കർണാടകയിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും അയക്കുന്നു. നിലവിൽ മനുഷ്യക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പിന്തുടർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 3000-ലധികം ശ്രീലങ്കക്കാർ ഇന്ത്യയിൽ അനധികൃതമായി കടന്നതായി ദേശീയ അന്വേഷണ ഏജൻസിയും തമിഴ്നാട് ഭീകരവിരുദ്ധ സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. അവരിൽ പലരും തമിഴ്നാട്ടിലും കർണാടകയിലും സ്ഥിര താമസക്കാരായിട്ടുണ്ട്. അവരിൽ ചിലർ കാനഡയിലേക്ക് പോലും പോയിട്ടുണ്ട് എന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. 2025 ഫെബ്രുവരി 28 ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മനുഷ്യക്കടത്ത് കഥകളുടെ ചുരുൾ അഴിയുന്നത്. ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന് ഒരാൾക്ക് 20 ലക്ഷം രൂപ വരെയും കാനഡയിലേക്ക് പോകുന്നവർക്ക് 50 ലക്ഷം രൂപ വരെയും കടത്തുകാർ ഈടാക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിൽ വ്യാജ ആധാർ കാർഡുകൾ നൽകുന്നുണ്ട്. അവരെ കുപ്രസിദ്ധ ഡോങ്കി റൂട്ട് വഴിയും കാനഡയിൽ എത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൗരത്വ രേഖകൾ നൽകുന്നതിലും വൻ ക്രമക്കേടുകളാണ് മനുഷ്യക്കടത്ത് സംഘം നടത്തിവരുന്നത്. ഇന്ത്യയിൽ മരിച്ചവരുടെ പേരിലുള്ള ആധാർ കാർഡുകൾ പുതിയ ഫോട്ടോകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്താണ് മനുഷ്യക്കടത്തുകാർ കുടിയേറ്റക്കാർക്ക് പലർക്കും നൽകിയത്. ചില സന്ദർഭങ്ങളിൽ ആധാർ കാർഡുകളും വോട്ടർ ID കാർഡുകളും വ്യാജമായി ഇവർ സൃഷ്ടിച്ചിരുന്നതായും ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും മനുഷ്യക്കടത്ത് വഴി ആയുധങ്ങളടക്കം ഇവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ വിവരത്തെ തുടർന്ന് SDP പൂട്ടാൻ വേണ്ടി EDയും IBയും NIAയും എല്ലാം കളത്തിലിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.